ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന ബിംഗങ്കയിൽ മറയുകയായി നീയാം ജ്വാലാമുഖം. നമസ്കാരമുണ്ട്, മുബശ്ശറാണ്. പിന്നെ ഈ വീഡിയോ കഴിയണതും നമ്മളറിയണ യൂറോപ്പിക്ക് എന്നല്ല, ഏത് രാജ്യം വിട്ട് പുറത്ത് വരുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, നന്നാവും. ഞാൻ കുറച്ച് ഇൻഫർമേഷനാണ്, നല്ല ഇൻഫർമേഷനുമാണ്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഉണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ അതായത് നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് നമുക്ക് വിസ കിട്ടിയിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളെല്ലാവരെ കുറച്ചും കൂടി ഞാൻ പറയാൻ പോകുന്നതിൽ ഗേൾസിൻ്റെ കേസിലാണ്. അതായത് നമ്മൾ വിസ കിട്ടിയിട്ട് ചിലപ്പോൾ ഒരു ഗേള് നാട്ടിൽ നിന്ന് ഇതേപോലെ വിസ കൊടുത്തിട്ട് ആദ്യമായിട്ടാവും പുറത്ത് പോകണത്, അതും ഒറ്റക്കാണ് വരുന്നത്. ഈ ഒറ്റയ്ക്ക് വരുമ്പോൾ അല്ലേ നമ്മൾ കയറി വരുന്ന രാജ്യത്തിനോടുള്ള ഒരു ഭയം ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ട അറിയാത്തൊരു സിറ്റുവേഷനൊക്കെ ആവും. അപ്പം നമ്മൾ കയറി വരുന്ന ഈ ഒരു രാജ്യത്ത് ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാർ, അത് എന്താ പറയുക, മറ്റു രാജ്യക്കാരാവാം, നമ്മളെ നാട്ടുകാരാവാം, ആരും ആവാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ, നമ്മൾ സ്വാഭാവികമായിട്ടും യുവർ ഫ്രം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരള എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഓക്കെ ആവും. കാരണം നമ്മളെ നാട്ടുകാരനാണല്ലോ, അങ്ങോട്ട് ചെല്ലാലോ, എന്ന് ചോദിക്കാമല്ലോ എന്നുള്ളൊരു ധൈര്യം കിട്ടും അവിടെ. ആ ധൈര്യത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് കമ്പനി ആവും. ഈ കമ്പനി ആവണത് മുതലെടുക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ പലപ്പോഴും ഇത് പറയണം വിചാരിച്ചാണ്, പക്ഷേ എന്തിന് തോന്നും. പക്ഷെ അത് പേഴ്സണൽ കാര്യമല്ല. അത് ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ അതങ്ങനെ പറയാം. പക്ഷെ അത് പേഴ്സണൽ കാര്യമല്ല. എയർപോർട്ട് ബേസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ നമ്മൾ പുതിയതാണെന്ന് കാണുമ്പോഴല്ലേ ഒരു മുതലെടുക്കൽ, അത് പല രീതിയിലുണ്ട്. അത് ക്യാഷ് പറ്റിച്ച് പോകണവരുണ്ട്, വേറെ രീതിയിലൊരു ഗേളാണെന്നുള്ള രീതിയിലുണ്ട്. അപ്പം ഈ ഒരു നിസ്സഹായ അവസ്ഥ മുതലെടുക്കുന്ന ആ ഒരു കാര്യം, അതുകൊണ്ട് കയറി വരുന്നത് ചില ആൺകുട്ടികളുണ്ട് അങ്ങനെ. അതായത് ചില ആൺകുട്ടികൾ പാവമായിട്ടുള്ള ചെക്കന്മാരാവും, തീരെ ഒരു ഐഡിയ ഉണ്ടാവില്ല, പേടിച്ചും വിറച്ചോ അങ്ങോട്ട് കയറി വരിക, അതിലും മുതലെടുക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമുക്ക് ഒരു 3 വട്ടം ചിന്തിക്കാനൊരു ബ്രെയിൻ വേണം, ഞാനതാ പറയുള്ളൂ. കാരണം കയറി വരുമ്പോൾ എല്ലാവരും കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട. കാരണം പലരും പല മൈൻഡിലാണ് നമ്മളെ സമീപിക്കുക. ചില ആൾക്കാർ ഡീസൻ്റ് ആവാം, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാവാം, ഒക്കെ ശരിയാവും. പക്ഷെ ചില ആൾക്കാർ വരുന്നത് തന്നെ എന്തെങ്കിലും ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടാവും. ഇപ്പം നമ്മൾ പെട്ടിരിക്കുകയെന്ന്, അയ്യോ പേടിച്ചിരിക്കുകയെന്ന് കണ്ടാൽ അത് മുതലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസാണ്. അറിയാലോ, ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടെ എത്തണ വരെ, ഇവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം നമുക്ക് നമ്മളെ ഉള്ളൂ, ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാല്ല എന്നുള്ള മെൻറ്റാലിറ്റി ശരിക്കും വെക്കുക. ആരും നമ്മളെ എന്താ പറയുക, കുടുംബക്കാരൊന്നുമല്ല ഇത്രയും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറാൻ. ചില ആളുകൾ ഡീസൻ്റായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും, സഹായിക്കില്ല എന്നല്ല പറയണത്. പക്ഷേ ഇങ്ങനൊരു സീനുണ്ട്. നമ്മൾ പല പ്രശ്നമുണ്ട്, അറിയാലോ. നാട്ടിൽ നിന്ന് ഇപ്പം കൊടുത്ത് വിടുന്ന സാധനങ്ങൾ, ഇപ്പം നമ്മൾ ഇത് അവർക്ക് കൊടുക്കുക ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരുമ്പോൾ അതിമുണ്ടാകുന്ന ട്രാപ്പുണ്ട്, അറിയാലോ, പലതും നമ്മൾ കേൾക്കണതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് മുതൽ തുടങ്ങണം ഇതിൻ്റെ ഒരു കൺട്രോളും ചെക്കിങ്ങും. കാരണം നമ്മളെ കാര്യം, നമ്മളെ രക്ഷ ഉറപ്പുവരുത്തിയിട്ട് മതി മറ്റുള്ളവരെ സഹായിക്കലും, മറ്റുള്ളവരെ കയ്യിൽ നിന്ന് ഓവറായിട്ട് സഹായം. ഞാൻ പറഞ്ഞ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അത് മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മളത് കൊണ്ടുവരും, പോരുന്നവയ്ക്ക് ഇവർ തന്ന സാധനം എന്താണെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവർ പാക്ക് ചെയ്യണത് ഞങ്ങൾ പാക്ക് ചെയ്തോളാം, നിങ്ങളത് സാധനം എത്തിച്ചാൽ മതി എന്ന് പറയാം. കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അത് കൊണ്ടുവന്നാൽ മതി. അതേപോലെ തന്നെ എയർപോർട്ടിൽ കയറുമ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ചില ആളുകൾ വന്നിട്ട് ഈ ബോക്സ് ഒന്ന് നോക്കുമോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതൊന്ന് നോക്കുമോ, ഞാനിപ്പോൾ വരാം എന്ന് പറയുന്ന ടീം, പറ്റില്ല എൻ്റെ ഫ്ലൈറ്റ് ഇപ്പോൾ വരും, സോറി എന്ന് പറഞ്ഞിട്ട് പോന്നാൽ മതി അവിടെ നിന്ന്. അതിന് കാവലിരിക്കരുത് ഒരിക്കലും, കയ്യിലാന്ന് തന്നെ പറയാം. ചില ആളുകൾ വയസ്സായവരെ കാരണം നമ്മളടുത്ത് വന്നിട്ട് ഒരു സഹായം ചോദിക്കുക, എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. സഹായം ചെയ്യണത് എയർപോർട്ടിൻ്റെ ഉള്ളത് ഒരു വസ്തു പിടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ ബാഗ് പിടിച്ചിട്ടോ ഇതൊന്ന് നോക്കണമെന്ന് പറയുന്ന പരിപാടിയാണെങ്കിൽ സോറി എന്ന് തന്നെ പറയാം. അത് പറയാൻ മടിച്ചിരിക്കണ്ട. കണ്ണിച്ചോര അവിടെ കാട്ടാൻ നോക്കിയാൽ നമ്മളെ ലൈഫ് ഇല്ലാതാവും. അതുകൊണ്ട് ആ ബോധത്തിൽ മാത്രം പെരുമാറുക. ഈ ഔട്ട് സൈഡിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണ പോലെയല്ല ഇൻസൈഡ് എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ഹെൽപ്പ് ചെയ്യണത്. കാരണം നമ്മൾ വരുന്ന വഴി ഓരോ രാജ്യത്തു കൂടെ ചിലപ്പോൾ കണക്ഷനിൽ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവും അവിടെ പിന്നെ പ്രാബല്യത്തിലാവുക.
ഇപ്പോൾ നമ്മളിപ്പോൾ കണക്ഷൻ പിടിച്ച് സൗദി അറേബ്യ അല്ലെങ്കിൽ ദുബായ്, ഖത്തർ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സഹായം ചെയ്ത് അവിടെ പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ നിയമമാണ് പിന്നെ നിങ്ങൾക്ക് പണി കിട്ടുക. അല്ലാതെ യൂറോപ്പിലേക്ക് പോവാണ്, യൂറോപ്പിലത്തെ നിയമം എന്നാവില്ല നിങ്ങൾക്ക് കിട്ടുക. ആ രാജ്യത്ത് നിങ്ങൾ പിടിക്കപ്പെട്ട അവിടുത്തെ നിയമം അത് ചിലപ്പം ജയിലിൽ കിടക്കുന്ന ഇത്ര വർഷമാണെങ്കിൽ എത്ര വർഷം, തല പോണ കേസാണെങ്കിൽ തല പോവും, അറിയാലോ. ഇപ്പം ഒരു ഡ്രഗ്സിൻ്റെ കേസിലാണെങ്കിൽ സൗദി അറേബ്യ കൂടെ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തല പോവും. അതുകൊണ്ട് ആ ബോധത്തിലൊക്കെ തന്നെ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു ട്രാവൽ ചെയ്യുന്ന ആൾ അവിടെ നിന്നിട്ട് പ്രശ്നമാണ്. പിന്നെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ആദ്യമായിട്ട് വന്നിറങ്ങണവന് നാട് വിട്ടിറങ്ങുകയാണ്, ആണായാലും പെണ്ണായാലും ഒറ്റക്കുള്ളെങ്കിൽ സ്വാഭാവികമായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പിന്നെ അവിടുന്ന് ഒന്നില്ലെങ്കിൽ അഡ്രസ്സ് അല്ലെങ്കിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആര് കൂട്ടാൻ പേര് വിചാരിക്കുക, വന്നിട്ടില്ലെങ്കിലോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോഴാവും ഈ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ലോകമാണ് കാണുന്നത്. ഈ പുതിയ ലോകത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, എങ്ങോട്ട് പോകണം, എന്താ ചെയ്യുക, ആരാ, ഒരു ടെൻഷൻ എന്തായാലും സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ആദ്യമായിട്ട് തന്നെ ഉണ്ടാവും. ആ ടെൻഷന് മുതലെടുക്കാനാണ് ഔട്ട് സൈഡ് എയർപോർട്ടിന് ബന്ധമുള്ള ആൾക്കാർ അത് എടുക്കും, ടാക്സിക്കാർ വരെ. കാരണം ടാക്സിക്കാർക്ക് വരെ പെട്ടെന്ന് മനസ്സിലാവും, കാരണം അവരിതിങ്ങനെ കാണല്ലോ ഡെയിലി, പുതിയ പുതിയ ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ചിലർ എന്താ പറയുക, കുറേ റൂട്ട് കറക്കി ക്യാഷ് മുതലാക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തോന്നും. ചില ആൾക്കാർ ഇതേപോലെ ബന്ധം സ്ഥാപിച്ചിട്ട് അതിന്മേ എന്താ പറയുക മുതലെടുക്കാൻ നോക്കും. അപ്പം നമ്മൾ കെയർഫുൾ ആവുക. എല്ലാവരും അങ്ങനെയൊന്നല്ല. എല്ലാവരും ഇപ്പോൾ ഈ ടാക്സിക്കാരത് കാണുന്നുണ്ടെങ്കിൽ നീ പോടാന്ന് പറയുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊന്നല്ല. പക്ഷേ നമ്മൾ ചുറ്റും എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിന് ചാടരുത്. അതുകൊണ്ട് ഒരു ഇൻഫർമേഷനായിട്ട് അത് കൂട്ടേണ്ടത്. ചില ആൾക്കാർ ഇപ്പം സൗദി അറേബ്യ പോയപ്പം എൻ്റെ ഫ്രണ്ടിനോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലും അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഡോറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക, ഞങ്ങൾ ആളെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കും അറിയില്ല വരാല്ല ആളെ. അപ്പോൾ ഒരാൾ വന്നിട്ട് മറ്റേ സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ, നമ്മളെ എന്താ പറയുക, ഒരു സിനിമയിലല്ലേ ആ പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടല്ലോ, ആദ്യത്തെ പോലെ തന്നെ ഒരു അറബിയിൽ വേഷം കിട്ടിയ ഒരാൾ വന്നിട്ട് അറബിയിലാണ് പറയണത്, പാസ്പോർട്ട് കൊണ്ട ഞങ്ങളോട് പറയണത്, അതായത് അറബിയിലാണ് പറയണത് പാസ്പോർട്ട്. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വദീഖാണ്, അതായത് എൻ്റെ സുഹൃത്താണ്, ഞാൻ നിങ്ങളെ കൂട്ടാൻ വന്നതാണ്, വണ്ടി അവിടെ ഉണ്ട് കയറുന്നാണ് പറയണത്. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നോട് വന്നിട്ട് അയാൾ പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട്, വണ്ടി അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, കയറാൻ പറയുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു പറ്റില്ല, നമ്മളോട് വിളിച്ച ആൾ വരാമെന്ന് പറഞ്ഞല്ലേ, അയാൾ ഇങ്ങോട്ട് വരുമല്ലോ, മലയാളിയാണ്, ഈ എങ്ങനെ വല്ല ആളെ വിടൂലാണ്. അല്ല ഞങ്ങളിങ്ങനെ വണ്ടി പറഞ്ഞാണ് ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളത് വിശ്വസിച്ച് അവരപ്പം കയറിയിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആ സിനിമയത്തെ അവസ്ഥ എനിക്കും എൻ്റെ ഫ്രണ്ടിനൊന്ന് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് അവന് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവനെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവൻ പാസ്പോർട്ട് കൊടുക്കും. കാരണം അവനെ അപ്പോൾ ചിന്തിക്കണത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ അവൻ്റെ മൈൻഡ് അങ്ങനെയാണ്, പോവുക. അന്ന് 23-24 വയസ്സുള്ളൂ. വണ്ടി വന്നു, നമ്മളെ വണ്ടി വന്നു, എന്നാൽ പോവുക. പിന്നെ കയറി കഴിഞ്ഞ് നടക്കാൻ പോകണമെന്ന് എന്താ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതേപോലെ ഏത് രാജ്യത്ത് പോയാലും പാസ്പോർട്ട് കൊണ്ടാ, ID കാർഡ് കൊണ്ടാന്ന് പറയുകയാണെങ്കിൽ കൺഫേം ആക്കാതെ ഒരിക്കലും ഔട്ട് സൈഡിൽ നിന്ന് കൊടുക്കരുത് ഒരാളെ കയ്യിലും പാസ്പോർട്ടും ID ഒന്നും. കാരണം ഇൻസൈഡ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോലീസാണ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. ഔട്ട് സൈഡ് ഒരാൾ നിന്നിട്ട് ആ ഡോറ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. ആ പാസ്പോർട്ടോ ID കാർഡോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വാങ്ങി വെച്ചാൽ പിന്നെ അയാളിൽ നിന്ന് കിട്ടണ വരെ നമ്മൾ ബുദ്ധിമുട്ടും, മനസ്സിലായോ? പിന്നെ അത് വെച്ചാവും നമ്മളെ എന്താ പറയുക ഈ ഹറാസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഒരാളെയും കണ്ണും പൂട്ടി വിശ്വസിക്കണ്ട. നമ്മൾ നാട് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാർ തന്നെ എങ്ങനത്തെവരാണെന്ന് നമുക്കൊരിക്കലും ചുവന്ന് നോക്കാൻ കഴിയില്ല. ആളെ ആ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് വന്നിട്ട് ശേഷം മാത്രം ഇതൊക്കെ വിശ്വസിച്ചാൽ മതി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കയറാൻ നോക്കുക. ഓരോരുത്തർ ഗേൾസിൻ്റെ കാര്യത്തിലൊക്കെയാണ്. കാരണം ഒരുപാട് അറിയാമല്ലോ, നമ്മളൊക്കെ എല്ലാവരും കടങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ കയറി വന്നിട്ട് ഇങ്ങനത്തെ ഓരോ ട്രാപ്പിൽ പോയി കുടുങ്ങി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ട്രാപ്പുകളുണ്ട്. അപ്പോൾ അതിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് എന്താണോ നമ്മളെ കയറി വരാനുള്ള ആ ഒരു റൂട്ട് അതിൽ കറക്റ്റ് പോവുക, അവനവൻ്റെ സ്ഥലത്ത് എത്താൻ നോക്കുക, അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അതിൽ വരുന്ന ബന്ധങ്ങൾ എത്രത്തോളം സേഫാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ക്യാഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ചെയ്തു തരാം, അതങ്ങനെ ചെയ്യുക. ഇവിടെ ജോലി ഇത്ര കൊടുത്താൽ വേറെ ജോലി ഇത്ര എമൗണ്ടിൻ്റെ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് പല പറ്റിപ്പും വരിക. നമ്മളോട് പറയും ഇതെത്ര ശമ്പളമുണ്ട്, നമുക്ക് ഇത്ര എമൗണ്ട് ശമ്പളമുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് അത് നോക്കിക്കൂടെ, നമ്മളവരുടെ ആളുണ്ട്, അത് കൊടുത്ത് ഇതിലും വലിയൊരു എമൗണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതും വിശ്വസിച്ചിട്ട് ഇവർക്കൊരു എമൗണ്ട് കൊടുക്കും. ആ എമൗണ്ടും കൊണ്ട് ഇവർ ചിലപ്പോൾ മുങ്ങിന്ന് വരും. കാരണം ഒറ്റയടിക്ക്, അതായത് മിണ്ടണ്ട സംസാരിക്കണ്ട എന്നല്ല പറയണത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഓരോ ട്രാപ്പിക്ക് പോകുന്നുണ്ടോയെന്ന് 3 പ്രാവശ്യം ചിന്തിക്കുക. അത് നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കുക. ഏറ്റവും നല്ല കാര്യമാവും അത്. കാരണം എപ്പോൾ പെട്ടു എന്നുള്ളത് പിന്നെ പണി കിട്ടിയിട്ടാവും ചിലപ്പോൾ മനസ്സിലാവുക. അതുകൊണ്ട്
കിട്ടിയവർ ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അവരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ. കാരണം ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ കണ്ടുകൊണ്ടും ഇതേപോലെ പല അനുഭവങ്ങളും എനിക്ക് അറിയാം. പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നോട് പല രീതിയിൽ. അപ്പം അതിൻ്റെയൊക്കെ ഓൾ ഒരു ഇൻഫർമേഷനായിട്ട് ഞാനിത് പറയണത്, നാട്ടിൽ നിന്ന് വിസ കിട്ടി കയറി വരുന്ന ഏത് രാജ്യത്തേക്കും ഇത് ബാധകമാണ്. ആരും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്, ഒന്നിനും പോയി എടുത്ത് ചാടരുത്. എയർപോർട്ടിൽ ആവശ്യമില്ലാത്ത വള്ളികൾ തലയ്ക്ക് വെക്കരുത്. ഇവിടെ വന്നിട്ട് അവനവൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം മുന്നോട്ട് പോവുക. എന്നിട്ട് ഈ നാട് കയറി വരുന്ന നാട് ഏതാണോ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളെ തലയിൽ വരും. 2-3 മാസം കഴിയുമ്പോൾ, ആ മാസം കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇന്ന നാട്ടിൽ ഇന്ന സൈഡ് ഇന്ന പ്രശ്നം ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് നമ്മളെന്നെ ഓട്ടോമാറ്റിക് അത് വരും, നമുക്കത് മനസ്സിലാവും. അവിടെ നിന്ന് അങ്ങോട്ട് ആര് വിശ്വസിക്കുക, ആര് വരുന്നത് നല്ലതെന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് കത്തും. പക്ഷേ ഫസ്റ്റ് വരുന്ന ആളെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ആകെ ബ്ലാങ്കായിട്ടാണ് വരുന്നത്. ഒരു മലയാളി വന്ന് അല്ലെങ്കിൽ ഒരു ആൾ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാൽ ആ സഹായം ഏറ്റെടുക്കാൻ റെഡിയായി നിൽക്കുന്ന ആളാവും നമ്മളപ്പോൾ. കാരണം നമുക്ക് വേറെ ആരും ഇല്ല. പക്ഷെ അങ്ങനെയല്ല, 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ടാവും, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഒരാൾ വന്നിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റ് നിങ്ങളെത്തും. അതുകൊണ്ട് കയറി വരുന്ന ആൾക്കാർ വെരി കെയർഫുൾ. ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ, സത്യമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളറിയുന്ന ഗ്രൂപ്പിക്കും നിങ്ങളറിയുന്ന ആൾക്കാർക്കും അയച്ചു കൊടുക്കുക. കാരണം ഇത് വലിയൊരു ഇൻഫർമേഷനായി. കാരണം കുറേ ആൾക്കാർക്ക് അറിയില്ല, കയറി വരുന്ന പയ്യന്മാർക്കായാലും ഗേൾസിനായാലും ഒരു ശ്രദ്ധ അല്ലാതെ കയറി വന്ന് പല കെണികളിലും പോയി തലവെക്കാറുണ്ട്. പിന്നെ അതിൽ ട്രാപ്പായി പോകുന്നവരുണ്ട്, പലതും ഉണ്ട്. ഇതിൽ ഊഹിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനത് ഓപ്പണായിട്ട് പറയുന്നില്ല, പലതും ഉണ്ട്. അതിൽ ഒരു ഗേള് ഒരു ബോയിൻ്റെ ഒപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആ രീതിക്ക് ചിന്തിച്ചാൽ മതി. അത് കല്യാണം കഴിഞ്ഞവരാവാം, കഴിയാത്തവരാവാം. അപ്പോൾ പലതുമായിട്ട് ഇത് പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഒരു വാണിംഗ് ആയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.